ഹായ് ഓൾ, ഏവർക്കും അറിവിൻ്റെ ലോകം എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് പുതിയതായിട്ട് വരുന്നൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കണത്. നമ്മുടെ പോഷൻ ട്രാക്കറിൽ ആബാർ ID എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നണം ഭൂരിഭാഗം ആൾക്കാരും ശ്രദ്ധിച്ച് കാണില്ല. ഞാൻ ഒരു 2 ദിവസം മുന്നേ ചെയ്ത വീഡിയോയിൽ മോർ ഓപ്ഷനിൽ ഒരു ആബാർ ID കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതിപ്പോൾ ശരിക്കും നമുക്ക് ഓർഡറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആബാർ ID ഏത് കാറ്റഗറിയിൽ പെടുന്ന ബെനിഫിഷ്യറിയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ആബാർ IDക്ക് അടുത്ത് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ആബാർ ID, അതുപോലെ ഏത് കാറ്റഗറിക്കാണത് വേണ്ടത്, എങ്ങനെ ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അതിന് ശേഷം ഈ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആബാർ ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ID ക്രിയേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ. അപ്പോൾ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കാണാം. ഞാനപ്പോൾ നിങ്ങൾക്ക് ആദ്യം ആ ഓർഡർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഓർഡറാണത്, കണ്ടില്ലേ. വനശിശു വകുപ്പ് പോഷൻ അഭിയാൻ പോഷൻ ട്രാക്കറിൽ ആബാർ ID ക്രിയേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് കണ്ടില്ലേ. അതായത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രം ഒരു വിദ്യാർത്ഥി ID, മനസ്സിലായി. ഒരു രാഷ്ട്രം ഒരു വിദ്യാർത്ഥി ID എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിജിറ്റൽ ID ആബാർ ID സൃഷ്ടിക്കുന്നത്, മനസ്സിലായി. ഇതിൽ സ്കോർ കാർഡ്, അതായത് വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. അതിനകത്ത് കണ്ട സ്കോർ കാർഡ്, മാർക്ക് ഷീറ്റ്, ഗ്രേഡ്, ബിരുദം, ഡിപ്ലോമ, മനസ്സിലായ സർട്ടിഫിക്കറ്റിൽ കരിക്കുലർ നേട്ടങ്ങൾ, ഇവയൊക്കെ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാവുന്ന പറ്റുന്ന രീതിയിലൊരു 12 അക്ക കോഡായിട്ടാണ് ഈ ആബാർ ID വികസിപ്പിച്ചത്. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പോഷൻ ട്രാക്കറിൽ 3 to 6 വയസ്സുള്ള കുട്ടികൾക്കായി ആബാർ ID ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കണ്ട, പോഷൻ ട്രാക്കറിൽ ആപ്ലിക്കേഷൻ വഴി 3 to 6 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കായി ആബാർ ID ക്രിയേറ്റ് ചെയ്യണം, മനസ്സിലായി. അപ്പോൾ നമുക്ക് കൃത്യമായൊരു ഓർഡർ വന്നിട്ടുണ്ട് ആബാർ ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ പോഷൻ ട്രാക്കറിൽ എവിടെ പോയാലാണ് ഈ ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആബാർ ID എന്താണ് ആദ്യം ആബാർ ID എന്നുള്ളത് മനസ്സിലാക്കാം, ആർക്കാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. എന്നിട്ട് പോഷൻ ട്രാക്കറിൽ എങ്ങനെ ചെയ്യുക എന്നുള്ള ആ സ്റ്റെപ്സും നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കണ്ട, പോഷൻ ട്രാക്കറിനകത്ത് ആബാർ IDനെ കുറിച്ച് ഒരു പറയണണ്ട, APAAR ID കണ്ട, ഓട്ടോമാറ്റഡ് പെർമനൻറ്റ് അക്കാദമിക് അക്കൗണ്ടൻറ്റ് രജിസ്റ്റർ ID കണ്ട, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ആബാറിൻ്റെ ഫുൾ ഫോം നോക്കിയാൽ ഓട്ടോമാറ്റഡ് പെർമനൻറ്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി ID. അപ്പോൾ ഈ ഒരു ID ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ID ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതും 3 to 6 കുട്ടികളുടെ അകത്ത്. അപ്പോൾ അതിൽ വേണ്ട ആബാർ ID സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ കണ്ട. ആധാറുള്ള കുട്ടികൾക്ക് ആബാർ ID, ആധാറും ആബാറും വേറെ വേറെയാണ് കേട്ടോ. പല ആളുകളും ചിലപ്പോൾ ആധാർ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. ആധാറുള്ള കുട്ടികൾക്ക് ആബാർ ID സൃഷ്ടിക്കുന്നതിനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. മാതാപിതാക്കളിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ സമ്മതം വാങ്ങിക്കണം ഇത് ചെയ്യാനായിട്ട്. ടീച്ചേഴ്സ് സമ്മതം നൽകുന്ന ആളുടെ വിശദാംശങ്ങൾ എടുക്കാതെ കുട്ടിയുടെ പേര്, മനസ്സിലായ, കുട്ടിയുമായുള്ള ബന്ധം, ആധാർ നമ്പർ എന്നിവ നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. ഫോം സമർപ്പിക്കുമ്പോൾ ആബാർ ID നമ്മൾ ഈ ഫോം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഒരു ID ക്രിയേറ്റ് ചെയ്യും. ആ സൃഷ്ടിച്ചതിന് ശേഷം ആബാർ ID നൽകുന്നു. ആബാർ ID ക്രിയേറ്റ് ചെയ്യുന്ന പ്രക്രിയ ഒരു അംഗനവാടി പ്രവർത്തകരുടെ സഹായത്തോടെ നടത്തുന്നു, മനസ്സിലായ. അപ്പം നിങ്ങൾക്ക് ഈ ആബാർ ID കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഒരു ആബാർ ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയണത്. അപ്പോൾ ഈ ഒരു ID ക്രിയേറ്റ് ചെയ്യാനേക്കാൾ മുന്നേ എന്താണ് വ്യക്തമായിട്ട് ആബാർ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ശേഷം പോഷൻ ട്രാക്കറിൽ ചെയ്യുന്ന സ്റ്റെപ്സ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ കണ്ട, നമുക്ക് ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആബാർ കണ്ട, ഓട്ടോമാറ്റഡ് പെർമനൻറ്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി, 1 nation 1 student കണ്ട. അതിൽ ആബാർ ID രജിസ്റ്റർ ചെയ്തതിൻ്റെ എണ്ണം നിങ്ങൾ നോക്കിയാൽ 31.56 crore. നിലവിൽ 31.56 crore ആളുകൾ ആബാർ ID രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ കുട്ടികളും ചെയ്ത് കഴിയുമ്പോൾ അവരും ഈ ഒരു എണ്ണത്തിലേക്ക് കയറി വരും, ഇതിനും കൂടുതലായിട്ട് കൗണ്ട് വരും കണ്ട. യുവർ ഗേറ്റ് വേ ടു എ സീംലെസ് ഡിജിറ്റൽ അക്കാദമിക് ജേണി. ആബാർ ID ഹെൽപ്സ് എ സീംലെസ് ഇൻ്റഗ്രേഷൻ ഓഫ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ടു എ ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം കണ്ട. ആബാർ ID ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും കണ്ട. ഇതിനകത്ത് ആ ഒരു കുട്ടിയുടെ കാണിച്ചിരിക്കുന്നത് കണ്ട,
നമുക്കിത് സാമ്പിളായിട്ട് കാണിക്കാൻ കേട്ടോ, ഡെമോ പോലെ കാണിച്ചു തരുന്നതാണ്. നമ്മുടെ ആധാർ കാർഡ് പോലെ തന്നെ ആബാർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് ലഭിക്കുക. മനസ്സിലായ? ആബാർ എംപവേഴ്സ് സ്റ്റുഡൻസ് ടു അക്യുമുലേറ്റ് ആൻഡ് സ്റ്റോർ ദയർ അക്കാദമിക് അക്കംപ്ലിഷ്മെൻറ്റ്സ്. അതായത് കുട്ടികളുടെ അക്കാദമിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഉയർച്ചകൾ അല്ലെങ്കിൽ അവർ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായ? ഫെസിലിറ്റേറ്റിംഗ് സീംലെസ് ട്രാൻസിഷൻസ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ പേഴ്സ്യൂട്ട് ഓഫ് ഫർദർ എഡ്യൂക്കേഷൻ. അതായത് നമുക്ക് പല രീതികൾ ഒരു കുട്ടിയുടെ വളർച്ചാ വികാസം അല്ലെങ്കിൽ ആ പഠിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനും മറ്റുള്ള അക്കാദമിക്കിന് ഇത് വാച്ച് ചെയ്യാനും അതനുസരിച്ച് ആ കുട്ടിയുടെ കാലിബർ വിലയിരുത്താനൊക്കെ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഇതിനകത്ത് കണ്ട കുറേ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഹൗ ടു ഗെറ്റ് ആധാർ, എഡ്യൂക്കേറ്റിംഗ് പേരൻസ്, കൺസേൺ, കുറേ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ ഇത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ പോഷൻ ട്രാക്കറിൽ കൂടെ നേരിട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ആബാർ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് ആബാർ കണ്ട, അതിൻ്റെ എന്താണ് ആബാറിൻ്റെ ബെനിഫിറ്റ്? ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻറ്റ് മൊബിലിറ്റി, എൻഹാൻസ് അക്കാദമിക് ഫ്ലെക്സിബിലിറ്റി, കണ്ട അക്നോളജി ആൻഡ് വാലിഡേറ്റ് ലേണിംഗ് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. കണ്ട അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ കണ്ട ആബാറിൻ്റെ സൈറ്റിൽ പോയാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട്, അതുപോലെ കാർഡ് എങ്ങനെ ഇരിക്കുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഇത് കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് പോയിട്ട് എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പോഷൻ ട്രാക്കർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓപ്പൺ ആവണ വരെ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബെനിഫിഷ്യറീസ് 3 to 6 കാറ്റഗറിയിലേക്ക് പോകണം. ബെനിഫിഷ്യറീസിൽ 3 to 6 കാറ്റഗറിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അവിടെ 3 to 6 കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ നിങ്ങൾക്ക് എന്താവും അവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അതിനകത്ത് നമുക്ക് എല്ലാ കുട്ടികളുടെ എന്തായാലും 3 to 6 ഇട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആബാർ ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിലവിൽ പറഞ്ഞിട്ടുള്ളത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റത്തെ കുട്ടികളെ നമ്മൾ ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ ക്രിയേറ്റ് ഓർ റിട്രീവ് ആബാർ ID. നമ്മളതിൻ്റെ മുകളിലത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിരുന്നു, ക്രിയേറ്റ് ഓർ റിട്രീവ് ആബാർ എന്ന് പറഞ്ഞിട്ട് ABHA. അത് വേറെയാണ് കേട്ടോ, ഒരിക്കലും അതും ഇതും തമ്മിൽ തെറ്റിക്കരുത്. ഇതിൽ നിങ്ങൾക്ക് 3 ഇത് കാണാം. ഒന്ന് ആധാർ ഉണ്ട്, AADHAR, ആധാർ വേറെ, ആബ മുകളിൽ കിടക്കണ ആബ വേറെ. ഇപ്പം നമ്മൾ ചെയ്യണ ഏതാ, ഇതിൽ കണ്ട ക്രിയേറ്റ് ഓർ റിട്രീവ് APAAR. പ്രത്യേകം ശ്രദ്ധിക്കുക, ആബാർ ID കണ്ട. പക്ഷേ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് നിലവിൽ നമുക്ക് ആ ക്രിയേറ്റ് ഓർ റിട്രീവ് ആബാർ ID ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആവുണ്ടാവില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അത് ഓപ്പൺ ആവും. അതായത് അതിപ്പോൾ ഹൈഡായി പോലെ കിടക്കുകയാണ്, മങ്ങി കിടക്കുകയാണ്. പക്ഷേ നമുക്ക് ഓൾറെഡി നമുക്കിപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട് സെൻട്രലിൽ നിന്നും അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഓർഡർ വന്ന നിലയ്ക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അത് ഓണാവും. അത് ഇതുപോലെ ക്ലിക്ക് ആക്കാനായിട്ട് പറ്റും. അത് ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഓർ റിട്രീവ് ആബാർ ID ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ക്രിയേറ്റ് ഓർ റിട്രീവ് ആബാർ ID എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും വേറെ തെറ്റിപ്പോകരുത്. ക്രിയേറ്റ് ഓർ റിട്രീവ് APAAR ID ആബാർ ID എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് തുറന്നു വരും. മനസ്സിലായ? അപ്പോൾ ഇവിടെ ആ കുട്ടിയുടെ പേരുണ്ടാവും, ആധാർ നമ്പർ ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, ജെൻഡർ ഉണ്ടാവും, മൊബൈൽ നമ്പർ, ഈ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഉണ്ടാവും. മനസ്സിലായ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കറക്റ്റായിട്ട് അല്ല എന്നുള്ളത് ചെക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? അത് ചെക്ക് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതായത് നമ്മൾ അവരുടെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അനുവാദത്തോട്, അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ അനുവാദത്തോട് കൂടിയല്ലേ ആബാർ ID ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് എന്ത് ചെയ്യുക, ടിക്ക് ബോക്സ് ഇടാം. ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്കിത് കുട്ടികളെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരു ID ക്രിയേഷനാണ്, ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കളുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് അറിയാമല്ലോ. വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ആബാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ സംഭവം കാണാൻ പറ്റും. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, എന്ത് ചെയ്യുക, ജസ്റ്റ് ഗൂഗിളിൽ പോവുക. ഇപ്പോൾ ഏതെങ്കിലും രക്ഷിതാക്കൾ അങ്ങനെ പറയുകയാണെങ്കിൽ, സംശയം പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത് ആബാർ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യാൻ പറയാം. ജസ്റ്റ് ഇവിടെ ആബാർ APAAR ആബാർ എന്നുള്ളത് അടിച്ച് കഴിയുമ്പോൾ ഇവിടെ വരും. കണ്ട, എന്നിട്ട് അവർക്കിത് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. മനസ്സിലായി? എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ ആ ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരുടെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അടിക്കണം. ഇപ്പോൾ ഞാൻ പറയട്ടെ, റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. മദർ ഉണ്ട്, ഫാദർ ഉണ്ട്, ഗാർഡിയൻ ഉണ്ട്.
മനസ്സിലായ? മദർ ഉണ്ട്, ഫാദർ ഉണ്ട്, ഗാർഡിയൻ ഉണ്ട്. അപ്പം നമ്മൾ ആരുടെയാണോ ആധാർ നമ്പർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അടിച്ചു കൊടുക്കണം. മനസ്സിലായ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? മദർ ഉണ്ട്, ഫാദർ ഉണ്ട്, ഗാർഡിയൻ ഉണ്ട്. അപ്പം നമ്മൾ റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ് എന്നുള്ള അവിടെ ഇപ്പം നമ്മൾ ഫാദറിനെയാണ് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ഫാദറാണ് സെലക്ട് ചെയ്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഫാദറിൻ്റെ പേര് ഇവിടെ അടിക്കണം. നെയിം ഓഫ് പേരൻ്റ് ഓർ ഗാർഡിയൻ എന്ന് കണ്ട റിലേഷൻഷിപ്പ് ഫാദർ കാണിച്ചു, മദർ ആണെങ്കിൽ മദർ കാണിക്കുക. അതിനുശേഷം നെയിം ഓഫ് പേരൻ്റ് ഓർ ഗാർഡിയൻ. മനസ്സിലായ? ആ ഗാർഡിയൻ്റെ പേര് അവിടെ അടിച്ചു കൊടുക്കുക. പിന്നെ ചോദിക്കുന്നുണ്ട് ഓതൻറ്റിക്കേഷൻ മെത്തേഡ്. നമ്മളിപ്പോൾ ആധാർ കാർഡ് വെച്ചിട്ടാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഏതാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. UID ആധാറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നെയിം ഓഫ് പേരൻ്റ് ഓർ ഗാർഡിയൻ എന്നുള്ളത് പേരടിച്ചതിന് ശേഷം പിന്നെ ശ്രദ്ധിക്കുക, പേരൻ്റ് ഓർ ഗാർഡിയൻ്റെ അമ്മയുടെ ആണെങ്കിൽ അമ്മ, അച്ഛൻ്റെ ആണെങ്കിൽ അച്ഛൻ, ഇവരുടെ പേര് ആധാറിലെ പോലെ തന്നെയുള്ളതെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ആധാറിലെ പോലെ നിങ്ങൾ അടിച്ചോളൂ. ശേഷം അവിടെ ആധാർ നമ്പർ അടിക്കുക. മനസ്സിലായ? ഏതാ മെത്തേഡ് എന്ന് ചോദിക്കുമ്പോൾ UID എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ ID നമ്പർ അടിക്കുക. UID നമ്പർ അടിക്കുക. UID നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. മനസ്സിലായ? ഇതിൽ കൃത്യമായിട്ട് പറയണ്ടതാണ്, പ്ലീസ് ക്ലിക്ക് ഹിയർ ടു സെലക്ട് ദ റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ്. നമ്മൾ എന്ത് ചെയ്തു? ഫാദർ കൊടുത്തു, മദർ എന്നും കൊടുക്കാം. ദെൻ എൻ്റർ ദ നെയിം ഓഫ് പേരൻ്റ് ഓർ ഗാർഡിയൻ, ആധാർ നമ്പർ ആൻഡ് ക്ലിക്ക് ഓൺ സബ്മിറ്റ്. അച്ഛൻ്റെ ആണെങ്കിൽ അച്ഛൻ്റെ പേര് അടിക്കുക, അച്ഛൻ്റെ ആധാർ നമ്പർ അടിക്കുക, സബ്മിറ്റ് കൊടുക്കുക. അമ്മയുടെ ആണെങ്കിൽ അമ്മയുടെ പേര് അടിക്കുക, ഓതൻറ്റിക്കേഷൻ മെത്തേഡിൽ UID എന്ന് കാണിക്കുക. അതിനുശേഷം ഓതൻറ്റിക്കേഷൻ ID നമ്പർ, അമ്മയുടെ ആധാർ നമ്പർ അടിക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇതിൽ ആരെ വേണേൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും, ആധാർ ID സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ഓർ റിട്രീവ് ആൻഡ് ലിങ്ക്ഡ്. കണ്ട? നൗ നോട്ട് ഡൗൺ ചൈൽഡ് ആധാർ ID ദ ഫ്യൂച്ചർ റെഫറൻസ്. കണ്ട? അപ്പം നമ്മുടെ ആധാർ ID അവിടെ സക്സസ്ഫുള്ളി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായ? അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ID ഒന്ന് സേവ് ചെയ്ത് വെക്കുക, നമുക്കിനി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത്ര ചെയ്യേണ്ടതുള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. കാരണം കുട്ടിയുടെ ഡീറ്റെയിൽസും അവരുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസും ആധാർ നമ്പറൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാം. ഇതിൽ OTP പോവോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അവരോടൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക, അവർ കൺസെൻറ്റ് എടുക്കുക. അതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക കേട്ടോ. ഇത്രയാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ള മെയിനായിട്ടുള്ള പ്രോസസ്സ്. അപ്പോൾ ആധാർ ID ഇതുപോലെ എല്ലാവരും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കുമ്പോൾ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ആയിട്ടില്ല. എടുത്തു പറയാണ്, നിങ്ങൾക്ക് ക്രിയേറ്റ് ആധാർ ID എന്നുള്ളത് അവിടെ പ്രസ് ചെയ്യുമ്പോൾ മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ, അതായത് ഈ ഫസ്റ്റ് പേജ് ഇതുപോലെ തുറന്നു വരുമ്പോൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ 1-2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ആക്റ്റീവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് വേഗം ചെയ്യാം. ഇല്ലെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് കാര്യം മനസ്സിലാക്കി ചെയ്ത് തരുമ്പോൾ ഒരുപാട് സമയം പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്ന് ഇതിൻ്റെ സ്റ്റെപ്പുകൾ അറിഞ്ഞപ്പോൾ നമ്മൾ വേഗം ഷെയർ ചെയ്ത് തന്നെ കേട്ടോ. നിങ്ങളിത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ബെനിഫിഷ്യറീസ് ആധാർ ID കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കാം എന്താ കാര്യം എന്നുള്ളത്. മനസ്സിലായ? അവരുടെ സ്കോളർഷിപ്പും മറ്റേ അവരുടെ അക്കാദമിക് എക്സലൻസ്, അക്കാദമിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിജിറ്റലി സേവ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ എന്നിട്ട് മനസ്സിലാവണമെങ്കിൽ അവർക്ക് ജസ്റ്റ് ഇത് അയച്ചു കൊടുക്കാം. എന്ത്? ആധാർ എന്നുള്ളത് ഗൂഗിളിൽ ജസ്റ്റ് ആധാർ എന്ന് അടിക്കാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് അതിൽ വരും കേട്ടോ. ഓക്കെ, താങ്ക് യു.